വടക്കേ മലബാറിനോട് മാത്രം റെയിൽവേ കാണിക്കുന്ന ഒരു പ്രത്യേകതരം പാതിരാ അവഗണനയുണ്ട്. കണ്ണൂരിന് വടക്കോട്ട് കണ്ണപുരം, പയ്യന്നൂർ, ചെറുവത്തൂർ, കാഞ്ഞങ്ങാട്, കാസർഗോഡ്, മഞ്ചേശ്വരം ഈ സ്റ്റേഷനുകളിലെ ചുറ്റുമുള്ള നൂറുകണക്കിന് ഗ്രാമങ്ങൾ, നൂറുകണക്കിന് നാടുകൾ, അവിടെയുള്ള പതിനായിരക്കണക്കിന് ജനങ്ങൾ ഇവരെയൊക്കെ കാലങ്ങളായി റെയിൽവേ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 5:10 ശേഷം, നേത്രാവതിക്ക് ശേഷം കോഴിക്കോട് നിന്ന് അടുത്ത ഒരു ട്രെയിൻ കാസർഗോഡേക്ക് കണ്ണൂരിന് വടക്കോട്ട് വേണമെങ്കിൽ രാത്രി 1:15 വെസ്റ്റ് കോസ്റ്റ് വരണം. അതുവരെ കോഴിക്കോട് കാത്തിരിക്കുക, അല്ലെങ്കിൽ യാത്ര പിറ്റന്നത്തേക്ക് മാറ്റിവെക്കുക. ഈ 2 ഓപ്ഷനുകൾ മാത്രമേ വടക്കൻ മലബാറുകാർക്കുള്ളൂ. പഠനാവശ്യങ്ങൾക്കായി പോകുന്ന വിദ്യാർത്ഥികളാവട്ടെ, ചികിത്സക്കായി പോകുന്ന രോഗികളാവട്ടെ, ജോലി ആവശ്യങ്ങൾക്കായി പോയ സാധാരണക്കാരനാവട്ടെ, 5:10 നേത്രാവതി കിട്ടിയില്ലെങ്കിൽ അവിടെ സ്റ്റേഷനിൽ കൊതുകടി കൊണ്ട് ബെഞ്ചിലിരിക്കുക എന്ന ഒരു ഓപ്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ. വടക്കൻ മലബാറുകാർ ആവശ്യപ്പെടുന്നത് ഒരു അടിസ്ഥാന സൗകര്യത്തിനാണ്. ഇത് പറ്റാത്ത പ്രശ്നമല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ അവഗണനയ്ക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് തൊട്ടുള്ള പഴക്കമുണ്ട്. കണ്ണൂർ വരെയുള്ളവർക്ക് ഇതിന് ശേഷവും 4 വണ്ടികളുണ്ട്. ആഴ്ചയിൽ 5 ദിവസം ഓടുന്ന ജനശതാബ്ദിയും എക്സിക്യൂട്ടീവ് ട്രെയിനുമുണ്ട്. പക്ഷേ കണ്ണൂരിന് വടക്കോട്ടുള്ളവർ എങ്ങനെ രാത്രിയിൽ വീടുകളിലേക്കെത്തും? എങ്ങനെ കുടുംബത്തോടൊപ്പം സമാധാനമായി കിടന്നുറങ്ങും? കണ്ണൂരിന് വടക്കോട്ടുള്ളവർ, വടക്കൻ മലബാറുകാർ ഈ ഒരു അടിസ്ഥാന ആവശ്യം മാത്രമാണ് കാലങ്ങളായി ഉന്നയിക്കുന്നത്, കാലങ്ങളായി മുറവിളി കൂട്ടുന്നത് ഇതിനു വേണ്ടി മാത്രമാണ്. കാസർഗോഡ് ജില്ലാ ഭരണകൂടം അടുത്ത കാലത്ത് നേരിട്ട് റെയിൽവേക്ക് പരാതി നൽകിയെങ്കിലും അനക്കങ്ങളൊന്നും കാണുന്നില്ല. പരിഹരിക്കപ്പെടാൻ പറ്റാത്ത സാങ്കേതിക പ്രശ്നങ്ങളൊന്നും ഇവിടെയില്ല എന്ന് എല്ലാവർക്കും അറിയാം. കെടുകാര്യസ്ഥത, അവഗണന ഈ 2 വാക്കുകളല്ലാതെ ഇതിനെ വിശേഷിപ്പിക്കാൻ മറ്റൊന്നുമില്ല. എന്നെങ്കിലും റെയിൽവേയുടെ കണ്ണു തുറക്കും എന്ന പ്രതീക്ഷയിലാണ് വടക്കൻ മലബാറുകാർ. അതുവരെ ഈ ദുരിതയാത്ര